ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നല്ല മഴ കേട്ടോ. രാവിലെയൊക്കെ നല്ല വെയിലേനു. ഉച്ചയായപ്പം തുടങ്ങി ഇടിയും മഴയും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു. കുറേ ദിവസമായി ഞങ്ങൾക്ക് മഴയൊക്കെ പെയ്തിട്ട് കേട്ടോ. അപ്പം മഴയൊക്കെ ഇങ്ങനെ പെയ്തപ്പോൾ കുട്ടികൾ വരാനും ആയി തുടങ്ങി. 2 മണിക്കാണ് മഴ തുടങ്ങി കേട്ടോ. എന്നാൽ ഞാൻ കുറച്ച് ചൂലുണ്ടാക്കണം കരുതി നിൽക്കേനു. കുളി നനയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരാനാകുമ്പോൾ കൊണ്ടുവരാൻ പോകാനാകുമ്പോൾ 2 ഓല വീണതല്ല, തേങ്ങ ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടതേന്. അങ്ങനെ 2 ഓല ഉണ്ടാവും കൊണ്ട് 2 ചൂലുണ്ടാക്കട്ടെ ഇത് ഇങ്ങനെ നിൽക്കേനു. അപ്പോഴാട്ടോ നല്ല മഴ. അപ്പോൾ പിന്നെ അതവിടെ ഇട്ടു കേട്ടോ. നല്ല 2 ഓലയേനു. അപ്പോൾ ഞാനത് കൊടുന്ന് മഴയൊന്നും തട്ടാത്ത കൊടുത്ത് വെച്ചിക്കണ്. ഞാനങ്ങനെ പിന്നെ ഉണങ്ങിയ ഓല കൊണ്ടും ഒക്കെ ഞാനങ്ങനെ ഉണ്ടാക്കി വെക്കൽ തന്നെ കേട്ടോ. വാങ്ങലൊന്നുമില്ല. ഇങ്ങനത്തെ മുറ്റം തൂക്കാല ചൂല് ഞാൻ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കൽ തന്നെ കേട്ടോ. ഒരു ചൂലാണെങ്കിലും കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ചൂല് 2 ഭാഗത്തും അടുക്കളൻ്റെ ഭാഗത്തൊന്നും ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തൊന്നും തൂക്കാൻ്റെ അങ്ങനെ 2 ചൂല് വെക്കും. അപ്പം ആ ചൂല് കഴിയാനാകുമ്പോഴത്തേന് ഞാൻ വേറെ ഉണ്ടാക്കി വെക്കൂട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട്. നല്ല മഴ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചായക്ക് കുട്ടികൾ വരുമ്പോൾ കൊടുക്കാന്ന് ഇങ്ങനെ കരുതി നിന്നപ്പോഴാണ് തേങ്ങ ഇട്ടത് കുറേ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ ഒരു ലഡു ഉണ്ടാക്കാൻ കരുതിങ്ങാണ്ട് വേഗം പോയി ലഡു ഉണ്ടാക്കിട്ടോ. ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല ഇടിയൊക്കെ പൊട്ടുണ്ട്. നല്ല കറണ്ടൊക്കെ പോയി കണ്ണ് കാണാതെയൊക്കെ ഉണ്ടായിരുന്നു. അടുക്കളയിലേക്കാണ് കയറി നോക്കുമ്പോൾ കണ്ണൊക്കെ കാണാതെ ആയിരുന്നു. ഇടി പൊട്ടി കറണ്ടൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ 2 തേങ്ങ ഈ തെങ്ങുമത്തെ തേങ്ങ പറ്റ ചെറുതാട്ടോ. അങ്ങനെ 2 തേങ്ങ എടുത്തു. അതിന് ഞാൻ 2 എണ്ണം ഒന്നും എടുത്തില്ല. ഒരു തേങ്ങയും പിന്നെ കുറച്ചും ചിരകിട്ടോ. അതാ വെള്ളം കുടിച്ച് നോക്കുമ്പോൾ ഒരു ചോയ ഞാൻ കാഞ്ഞു. അപ്പം നമുക്ക് ഈ തേങ്ങനെ ചിരകി എടുക്കണം കേട്ടോ. ചിരകലാണ് ഭയങ്കര മടി പിടിച്ചൊരു കാര്യം കേട്ടോ. ഏതായാലും ചിരകണമല്ലോ. അപ്പം ചിരകട്ടെ എഴുതിട്ടോ. അങ്ങനെ ചിരകട്ടെ. തേങ്ങ ചിരകി എടുക്കട്ടെ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? എല്ലാവരും അവിടെ ഉണ്ടോ മഴയൊക്കെ? കുറേയാണ് മഴ പെയ്യും, പിന്നെ കുറേ ആണ്ട് പിന്നെ വെയിലാണ്, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ മഴ പെയ്യാ പറയുന്നതിനെ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ ഉരുൾ പൊട്ടാനും അവിടെ ഇവിടെയൊക്കെ പൊട്ടാനും അതും ഇതുമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് പേടിയാവും. വരുന്നൊന്നും വഴി തങ്ങൂലല്ലോ അല്ലേ. അടച്ചോൻ കാക്കട്ടെ എന്ന് പറയാമെന്നല്ലാതെ. അപ്പം അങ്ങനെ ഞാൻ ഈ തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അതും 2 ഏലക്കായും. പിന്നെ ഈത്തപ്പഴത്തിന് ഞാൻ കുരു കളഞ്ഞങ്ങാണ്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അതിനെ ഞാൻ മുറിച്ച് ചെറുതാക്കിക്കണം കേട്ടോ. നമ്മളെ ജാറിലിടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഈ ചെറുതാക്കിയ കഷ്ണം ഇതിനെ ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി മുറിച്ച് കൊടുത്തിക്കണം കേട്ടോ. അത് ഞാനിങ്ങോട്ട് മിക്സിയിലിട്ട് ഇങ്ങോട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, ഒറ്റ കറക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈത്തപ്പഴത്തിനെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. 2 ഏലക്കായും അതിൽ തന്നെ ഇട്ടിക്കുകയാണ്. അപ്പം പിന്നെ ഏലക്കായ് പൊടിച്ചതൊന്നുമില്ല. അപ്പം അങ്ങനെ തന്നെ അത് കണ്ടിട്ടിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ തീ തന്നെ വാരിയിട്ടിങ്ങാണ്ട് ഒന്നങ്ങോട്ട് ഒറ്റ കറക്ക് അത് ഇറക്കി. പിന്നെ ശർക്കരയാണ് സത്യത്തിൽ ഇതിലേക്ക് വേണ്ടത്. ശർക്കര ഇല്ല കേട്ടോ. ശർക്കര കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മറന്നു പോന്നിക്കുക തോന്നുന്നുണ്ട്. അത്യാവശ്യത്തിന് നമ്മൾ എപ്പോഴേലും പറയുമ്പോൾ അങ്ങനെ ഉണ്ടൊരു മറവി. പിന്നെ ഞാൻ പറഞ്ഞാച്ചൊന്നുമില്ല, പഞ്ചസാര ഇട്ടു. പിന്നെ ഈത്തപ്പഴത്തിനും ഉണ്ടല്ലോ മധുരം. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിക്കണ്. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിരുന്നു. അത്യാവശ്യം മധുരം ഈ ഈത്തപ്പഴമൊക്കെ ഇടുമ്പോൾ തന്നെ ഉണ്ടാവും കേട്ടോ. പാകത്തിനാണ് ഇട്ടുള്ളൂ. അപ്പോൾ ഞാനത് നല്ലോണം അതിലിട്ടുങ്ങാണ്ട് കുഴച്ചെടുത്തതൊന്നും അതിൽ ഇട്ടതൊന്നും കാണുന്നില്ല അല്ലേ. പിന്നെ ഞാൻ കുഴക്കണേ കാണുന്നുള്ളൂ. അങ്ങനെ ഉരുട്ടി ഉരുളകളാക്കിക്കണം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ
തീരണതേ കണക്ക്. കാരണം മധുരം ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ. അതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ ചിലവൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. സ്കൂളിട്ട് വരുമ്പോൾക്ക് എന്ത് ഉണ്ടാക്കി കൊടുത്താലും അതുപോലെ തിന്നോളും. എന്നാൽ ഒന്നും ഉണ്ടാക്കാതെ കുത്തിരുന്നാലോ നമ്മളെയും തിന്നൂല്ലേ. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇതാ ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സിറ്റ് ഔട്ട് കൊടുന്ന് വെച്ച് മഴയും കണ്ട് നല്ല മഴയാണ്. ഇപ്പോഴും മഴ തന്നെ കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ച് അതിവിടെ സിറ്റ് ഔട്ട് കൊടുന്ന് വെച്ച് ഇങ്ങനെ മഴയും നോക്കി നിന്ന് തിന്നുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന റോട്ടിൽ കൂടെ പോണതും കാണാം. ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കണത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.